ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഏറ്റവും പുതിയ സിനിമ എക്സ്ട്രാ ഡീസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ കഥയിലേക്ക് പോകാം. കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹീറോയായ ബിനുവിനെ അയാളുടെ ഫ്ലാറ്റിൻ്റെ സെക്യൂരിറ്റിക്കാരൻ തലക്കടിച്ച് വീഴ്ത്തുകയാണ്. അങ്ങനെ ആ സംഭവമൊക്കെ കഴിഞ്ഞ് 3 മാസമായിരിക്കുന്നു. ബിനു ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്. ബിനുവിന് തന്നെ പറ്റിയോ തൻ്റെ ബന്ധുക്കളെ പറ്റിയോ ഒന്നും തന്നെ അറിയില്ല. എല്ലാം ബിനു മറന്നുപോയിരിക്കുന്നു. എന്നാൽ ബിനുവിന് ബോധം വന്നു എന്നറിഞ്ഞ് ബിനുവിൻ്റെ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരൻ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ബിനുവിൻ്റെ അമ്മയും അച്ഛനും അനിയത്തിയും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പോലീസിനെ കാണുമ്പോൾ അവരെന്തിനോ ഭയക്കും. എന്നാൽ ബിനുവിൻ്റെ തലക്കടിച്ച സെക്യൂരിറ്റിക്കാരൻ ബിനുവിനോട് ദേഷ്യമുണ്ടായിരുന്നത് കൊണ്ടല്ല ബിനുവിൻ്റെ തലക്കടിച്ചത്. തന്നെ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ഒരു കേസെങ്കിലും ഉണ്ടാക്കിയാൽ ജയിലിൽ പോയി കിടക്കാമെന്നും പറഞ്ഞാണ് ബിനുവിൻ്റെ തലക്കടിച്ചത്. ഇതാണ് ബിനുവിനെ ചികിത്സിക്കുന്ന ഡോക്ടർ. ബിനുവിൻ്റെ ഡോക്ടർ ബിനുവിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് കൂട്ടുകാരനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ബിനു അയാളെ അറിയാമെന്ന് പറയും. എന്നാൽ ഇതേ സമയം എന്തോ ഭയമുള്ള ബിനുവിൻ്റെ സിസ്റ്റർ ബിനുവിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ താമസിക്കുന്ന ഡോക്ടറിനെ വിളിച്ച്, ഡോക്ടർ ഞങ്ങളെ സഹായിക്കണം, അതിന് നിങ്ങൾ ആദ്യം ബിനുചേട്ടനെ പറ്റി അറിയണം, ഈ പുറത്ത് കാണിക്കുന്നതൊന്നുമല്ല ബിനുചേട്ടൻ എന്ന് പറഞ്ഞ് ബിനുവിൻ്റെ കഥ അവൾ ഡോക്ടറിനോട് പറയാൻ തുടങ്ങും. എനിക്കും ബിനുചേട്ടനും ഒരു ചേട്ടനും കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ അവർ കുഞ്ഞായിരിക്കുമ്പോൾ ആ ചേട്ടൻ ഗ്യാസ് പൊട്ടി മരിക്കുകയുണ്ടായി. ആ ഒരു സംഭവത്തോടെ വളരെ ആക്റ്റീവായിരുന്ന ബിനുചേട്ടൻ പെട്ടെന്ന് സൈലന്റ് ആവാൻ തുടങ്ങിയെന്ന് പറയും. എന്നാൽ ചേട്ടൻ വളർന്നു വലുതായി 30 വയസ്സ് കഴിഞ്ഞിട്ടും ജോലിയായില്ല എന്ന് പറഞ്ഞ് അച്ഛൻ ചേട്ടനെ എപ്പോഴും വഴക്കു പറയുമായിരുന്നു. ചേട്ടനെ പേടിപ്പിച്ചാണ് അച്ഛൻ അപ്പോഴും നിർത്തിയിരുന്നത്. അച്ഛൻ അങ്ങനെ വളർത്തിയത് കൊണ്ട് തന്നെ പാവം ബിനുചേട്ടന് അച്ഛനെയും എല്ലാവരെയും വലിയ പേടിയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ബാംഗ്ലൂരിലുള്ള ജോലി റിസൈൻ ചെയ്ത് അമേരിക്കയിലേക്ക് പോകാനായി ഞാൻ നാട്ടിലേക്ക് വന്നു. ബിനുചേട്ടൻ കൂട്ടുകാരനെയും കൂട്ടിയാണ് എന്നെ വിളിക്കാനായി വന്നത്. എന്നാൽ അങ്ങനെ ഒരു ദിവസം ബിനുചേട്ടന് ഒരു ജോലിയും ഇല്ല എന്നും പറഞ്ഞ് ആളുകളുടെ മുന്നിൽ വെച്ച് അച്ഛൻ ബിനുചേട്ടനെ ആക്ഷേപിച്ച ശേഷം അച്ഛൻ്റെ കടയിൽ ജോലിക്കായി കൊണ്ടുപോകും. അങ്ങനെയാണ് അതേ ബിൽഡിങ്ങിൽ കട നടത്തിക്കൊണ്ടിരുന്ന നൗഷാദുമായി ബിനുചേട്ടൻ കമ്പനിയാകുന്നത്. അങ്ങനെ ഞാൻ US പോകുന്നതിൻ്റെ തലേക്കും ദിവസവും ബിനുചേട്ടനെ അച്ഛൻ കളിയാക്കി. എന്നാൽ ഞാൻ US പോയ ശേഷം ഞങ്ങളുടെ രണ്ടുപേരുടെയും മൂത്ത ചേട്ടൻ മരിച്ച ഡേറ്റും അതിനുശേഷം ഞാൻ ജനിച്ച ഡേറ്റും കമ്പയർ ചെയ്ത ബിനുചേട്ടന് മരിച്ചുപോയ ചേട്ടൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അമ്മയും അച്ഛനും സെക്സ് ചെയ്താണ് ഞാൻ ഉണ്ടായതെന്നുള്ള കാര്യം മനസ്സിലായി. അതിനുശേഷം ചേട്ടൻ അമ്മയുടെയും അച്ഛൻ്റെ അടുത്തും വന്ന് ഷൗട്ട് ചെയ്ത ശേഷം പറഞ്ഞു, ചേട്ടൻ വയ്യാതെ കിടക്കുന്ന സമയത്തും നിങ്ങൾ രണ്ടുപേരും ആഘോഷിക്കുകയായിരുന്നല്ലോ. ഈ കാര്യം അമേരിക്കയിൽ പോയ എന്നോട് പറയുമെന്നും പറഞ്ഞ് ചേട്ടൻ അവരെ രണ്ടുപേരെയും ഭീഷണിപ്പെടുത്തി. ഞാൻ ഈ കാര്യം അറിഞ്ഞാൽ ആത്മഹത്യ ചെയ്യും, അതുകൊണ്ട് ഇനി ചേട്ടൻ പറയുന്നത് പോലെ മര്യാദയ്ക്ക് വീട്ടിൽ ജീവിച്ചോളാൻ അമ്മയോടും അച്ഛനോടും ചേട്ടൻ പറഞ്ഞു എന്ന് അവൾ ഡോക്ടറോട് പറയും. അങ്ങനെ അമ്മയും അച്ഛനും ചേട്ടൻ്റെ ശല്യം കാരണം ചേട്ടനെ കൊല്ലാൻ തീരുമാനിച്ച സമയത്താണ് ആ സെക്യൂരിറ്റിക്കാരൻ ചേട്ടൻ്റെ തലക്കടിച്ച് ഹോസ്പിറ്റലിലാക്കിയതെന്നും പറയും. എന്നാൽ ഞാൻ അമേരിക്കയിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന പൈസയ്ക്ക് ചേട്ടൻ നാട്ടിലൊരു ഫ്ലാറ്റും കാറും വാങ്ങിയ ശേഷം അച്ഛൻ്റെ കടയും ചേട്ടൻ കൈക്കലാക്കി. എന്നാൽ അതിനുശേഷം ആ ഫ്ലാറ്റിലുള്ളവരുടെ മുന്നിലെല്ലാം ചേട്ടൻ അമ്മയും അച്ഛനെയും നന്നായി നോക്കുന്നുവെന്ന് കാണിച്ച ശേഷം ആ വീട്ടിനുള്ളിൽ പണ്ട് ചേട്ടനെ അവർ ഉപദ്രവിച്ചതിന് പകരമായി ക്രൂരമായി അവരെ ഉപദ്രവിക്കുകയായിരുന്നു ചേട്ടൻ മാനസികമായി. എന്നാൽ ഇതൊന്നും തന്നെ അറിയാത്ത ഞാൻ അമേരിക്കയിൽ നിന്ന് ചേട്ടനെ വിളിച്ച ശേഷം ചേട്ടൻ്റെ കൂട്ടുകാരൻ സുജിത്തിനെ എനിക്ക് ഇഷ്ടമാണ്, ചേട്ടൻ വീട്ടിൽ പറഞ്ഞ് ഇതൊന്ന് ഓക്കെ ആക്കി തരണമെന്ന് പറഞ്ഞു. ചേട്ടൻ അങ്ങനെ സുജിത്തിനെ പോയി കണ്ടു. സുജിത്ത് ചേട്ടനോട് ഞാനും സുജിത്തുമായി കുഞ്ഞിലേ തൊട്ടുള്ള ഇഷ്ടമാണ്, ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ തന്നെ മുൻകൈ എടുത്ത് അമേരിക്കയിൽ നിന്ന് എന്നെയും വിളിച്ചു വരുത്തി സുജിത്തിൻ്റെ വീട്ടുകാരെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയും, ഞാനും സുജിത്തും ബാംഗ്ലൂർ വെച്ച് ഒരുമിച്ച് റൂമൊക്കെ എടുത്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഫാമിലിയിലേക്ക് എൻ്റെ അനിയത്തിയെ കെട്ടിച്ചു വിടാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് അവരെ എല്ലാവരെയും അധിക്ഷേപിക്കും. എന്നാൽ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചേട്ടൻ ഈ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാനുള്ള ചേട്ടൻ്റെ അടവായിരുന്നു ഇതെന്ന്. എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ സുജിത്തിനോടൊപ്പം അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ചേട്ടനെ കൊല്ലാനായി അമ്മയും അച്ഛനും ചോറിൽ വിഷം കലർത്തി വെച്ചിരിക്കുന്ന സമയത്താണ് ഈ സെക്യൂരിറ്റി ചേട്ടനെ അടിച്ച് തറയിലിട്ടതും ചേട്ടൻ്റെ ബോധം പോയതും. ചേട്ടൻ വീണ്ടും ബോധമൊക്കെ വന്നു കഴിഞ്ഞാൽ പഴയതുപോലെ ആകുമോ എന്ന് ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്, അതുകൊണ്ട് ഡോക്ടർ ഞങ്ങളെ സഹായിക്കണമെന്ന് അവൾ ഡോക്ടറിനോട് പറയും. എന്നാൽ ഇതേ സമയം ബിനുവിനെ ചികിത്സിക്കുന്ന ഡോക്ടർ ബിനുവിന് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ ബിനുവിൻ്റെ കൂട്ടുകാരൻ നൗഷാദിനെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വിളിച്ചു വരുത്തും.
എന്നാൽ നൗഷാദിനെ കണ്ടാലും ബിനുവിന് നൗഷാദിനെ ഓർമ്മ വരില്ല. എന്നാൽ ഇതിനിടയിൽ ബിനുവിന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായി വരുന്ന ബിനുവിന്റെ അളിയൻ സുജിത്തിന് ബിനുവിന് ഓർമ്മ തിരിച്ചു വരുന്നുണ്ട് എന്ന് മനസ്സിലാകും. ഇതറിയുന്ന ബിനുവിന്റെ അമ്മ അവരുടെ പഴയ കൂട്ടുകാരനായ സനന്ദനെ വിളിച്ചു വരുത്തും. അമ്മയും സനന്ദനുമായും എന്തോ അതിരിൽ കവിഞ്ഞ ബന്ധമുണ്ട് എന്ന് ബിനുവിന്റെ അച്ഛനും മനസ്സിലാകും. സനന്ദൻ വന്ന ശേഷം ബിനുവിനെ നമുക്ക് മൂകാംബികയിലേക്ക് കൊണ്ടുപോയി ആരും അറിയാതെ കൊന്നുകളയാമെന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി ബിനുവിനെ കൊല്ലാനായി മൂകാംബികയിലേക്ക് കൊണ്ടുപോകുമെങ്കിലും അവനെ കൊല്ലാൻ കഴിയില്ല. തിരികെ വീട്ടിൽ വന്ന് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞ് അവർ ബിനുവിനെ തിരികെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. എന്നാൽ വീട്ടിലെത്തിയ ശേഷം ബിനുവിന്റെ അമ്മ പറയും, ബിനു നേരെ ആയാൽ നമുക്ക് ആർക്കും സമാധാനം തരില്ല, അതുകൊണ്ട് നമുക്ക് അവനെ കൊല്ലാമെന്നും പറഞ്ഞ് ആ ഡോക്ടറുടെ കയ്യിൽ നിന്നും ഒരു വിഷമരുന്ന് വാങ്ങി ബിനുവിന്റെ ടാബ്ലറ്റിനൊപ്പം വയ്ക്കും. ഇതേ സമയം ബിനുവിന്റെ സിസ്റ്ററും ഹസ്ബൻഡും കൂടി അമേരിക്കയിലേക്ക് പോകാനായി അവരെല്ലാവരും കാറിൽ പോകുമ്പോൾ ബിനു ആണ് ആ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ബിനുവിന് അപ്പോഴേക്കും എല്ലാം ഓർമ്മ വന്നിരുന്നു. തന്നെ ഇവരെല്ലാവരും കൂടി കൊല്ലാൻ ശ്രമിക്കുകയാണെന്നും പറഞ്ഞ് ബിനു ആ കാർ ഒരു സ്ഥലത്തേക്ക് ഇടിച്ചു കയറ്റി എല്ലാവരെയും ആക്സിഡന്റ് ആക്കും. ആ ആക്സിഡന്റിൽ വീട്ടിലുള്ള എല്ലാവർക്കും കൂടെ ബിനുവിനും അപകടം പറ്റുമെങ്കിലും ബിനു കണ്ണു തുറക്കുന്നത് ഇനി ഇവർക്ക് അടുത്ത എന്ത് പണി കൊടുക്കുമെന്നും ആലോചിച്ചുകൊണ്ടാണ്. ഈ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി എല്ലാവരും ഒന്ന് പരിഗണിക്കണം.